لله. الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور. نحمد الله ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله الذي بلغ الرسالة وأدى الأمانة ونصح على هذه الأمة وجاهد في الله حق جهاده حتى أتانا اليقين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوان والأخوات، أوصيكم ونفسي أولا بتقوى الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. سبحانك اللهم لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين آتيناهم الكتاب يتلونه حق تلاوته أولئك يؤمنون به ومن يكفر به فأولئك هم الخاسرون. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെടേണ്ട വണ്ണം ഭയപ്പെടും, സൂക്ഷിക്കേണ്ട വിധം സൂക്ഷിച്ചു. അവരുടെ വിധിവിലക്കുകളും ജീവിത നിലപാടുകളെ മുഴുവൻ വിജയപ്പെടുത്തി തഖ്വയുടെ പാതയിൽ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ അതീവ ജാഗ്രതയോടുകൂടി പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചവന്റെ ഇഷ്ടങ്ങൾക്ക് വിട്ടുകൊടുത്ത ജീവിതത്തിന്റെ ഉടമകളായി റൂഹ് പിരിയുന്ന നേരം വരെ ഉറച്ചു നിൽക്കാൻ, അങ്ങനെ കലിമത്തോടെ ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിടപെടാൻ, നാളെ സച്ചരിതനോടൊപ്പം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടാൻ, അതിനുപരി അല്ലാഹുവിന്റെ സ്വർഗ്ഗം അനന്തരമെടുക്കാൻ സാധിക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 2 മാസമായി ശവ്വാലിലും ദുൽഖഅദയിലും, ഇന്ന് ദുൽഖഅദ 30 നമ്മൾ സംസാരിച്ചത് പരിശുദ്ധ ഖുർആനുമായുള്ള നമ്മുടെ ബന്ധത്തെ സംബന്ധിച്ചാണ്, ഖുർആനോടുള്ള നമ്മുടെ ബാധ്യതകളെ സംബന്ധിച്ചാണ്. ഖുർആൻ കേന്ദ്രീകൃതമായ ഒരു ജീവിത അജണ്ട മുസ്ലിം സമുദായത്തിലെ അംഗങ്ങളെന്ന നിലക്ക് നമുക്ക് ഉണ്ടായിത്തീരേണ്ടതിന്റെ അനിവാര്യതയെ സംബന്ധിച്ചുകൊണ്ടാണ്. പരിശുദ്ധ ഖുർആൻ എന്തുകൊണ്ടാണ് ഇത്രമാത്രം പറയപ്പെടേണ്ടി വരുന്നത്, ഓർമ്മിപ്പിക്കേണ്ടി വരുന്നത് എന്നതിനെ സംബന്ധിച്ചും ചില കാര്യങ്ങൾ സഹോദരങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി സൂചിപ്പിക്കുന്ന ഒരു വർത്തമാനമുണ്ട്. ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമൻ വയദഉ ബിഹി ആഖരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ ഖുർആൻ കൊണ്ട് ചില ആളുകളെ ഉയർത്തും, മറ്റു ചില ആളുകളെ അല്ലാഹു താഴ്ത്തുകയും ചെയ്യും. അപ്പോൾ അള്ളാഹുവിന്റെ ഗ്രന്ഥം വഴി ഉയരാനുള്ള അർഹത നേടുക
എന്നത് വിശ്വാസികളെന്ന നിലക്ക് നമ്മൾ പരിഗണിക്കേണ്ട ഒരു വിഷയമാണ്. ഈ സമുദായത്തിന്റെ ആദ്യ തലമുറ ഉയർന്നത് ഖുർആൻ കൊണ്ടായിരുന്നു. പക്ഷെ ഉയരാനുള്ള വഴി സ്വീകരിക്കാത്തത് കൊണ്ട് ശേഷമുള്ള തലമുറകളിൽ പലർക്കും ആ ഉയർച്ച സംഭവിച്ചില്ല. പരിശുദ്ധ ഖുർആനിനെ ഇമാമായി കാണാൻ കഴിയാതെ, പരിശുദ്ധ ഖുർആനിനെ വഴികാട്ടിയായി കണ്ട് പിന്തുടരാൻ കഴിയാതെ പടച്ചവൻ ഈ സമുദായത്തെ ഒരിക്കലും ഉയർത്തുകയില്ല. അഥവാ മുസ്ലിം ഉമ്മത്തിന്റെ ഇസ്സത്തിന്റെയും ഇല്ലത്തിന്റെയും, നമ്മളാകുന്ന ഓരോ വ്യക്തിയുടെയും അതുപോലെ തന്നെ ഈ ഉമ്മത്തിന്റെയും ഇസ്സത്തിന്റെയും ഇല്ലത്തിന്റെയും അഥവാ പ്രതാപത്തിന്റെയും നിന്ദ്യതയുടെയും മാനദണ്ഡം വളരെ മനോഹരമായി ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്. അപ്പൊ ഈ ഖുർആൻ വഴി നമുക്ക് നമ്മുടെ ദറജ അല്ലാഹു ഉയർത്തപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടണമെന്നായിരിക്കണം നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ആ അർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന സ്വർഗപാതയിൽ സഞ്ചരിക്കണമെങ്കിൽ അത് പഠിക്കുകയും പകർത്തുകയും ചെയ്യുന്നതിലൂടെ മാത്രമേ കഴിയൂ. അതല്ലാതെ മറ്റ് കുറുക്കു വഴികൾ സ്വർഗത്തിലേക്ക് നമ്മുടെ മുമ്പിലില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഖുർആൻ കേന്ദ്രീകൃതമായ ഒരു ജീവിത അജണ്ട നമുക്കുണ്ടാകണം എന്നതിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ആഴ്ചയിൽ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിയത്. നമ്മൾ ഇടപെടുന്ന ഇടങ്ങളിലൊക്കെ, നമ്മൾ കടന്നു പോകുന്ന വിഷയങ്ങളിലൊക്കെയും പരിശുദ്ധ ഖുർആനിനോട് വിധി ചോദിക്കുന്ന, ആ വിധിയിൽ തൃപ്തിപ്പെടുന്ന, ആ വിധിക്കനുസരിച്ച് നമ്മുടെ നിലപാടുകളെ മാറ്റാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് ഉയരുന്നതിലൂടെ മാത്രമേ നമുക്ക് ഇസ്സത്ത് ഉണ്ടാവുകയുള്ളൂ, ദുനിയാവിൽ നമുക്ക് സമാധാനമുള്ള ജീവിതം ഉണ്ടാവുകയുള്ളൂ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനുമായുള്ള ബന്ധത്തിലൂടെ, അതിന്റെ പഠനത്തിലൂടെയും അത് പകർത്തുന്നതിലൂടെയും നമ്മൾ നിലവിലുള്ള അവസ്ഥയിൽ ഒരു പടി കൂടി ഉയരാൻ, അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് അല്പം കൂടി അടുക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ വിലയിരുത്തണം. പരിശുദ്ധ ഖുർആനെ കുറിച്ച് ഖുർആൻ തന്നെ പറയുന്ന കാര്യങ്ങളെ കുറിച്ചാണ് സൂറ ബഖറയിലെ 121 ആയത്ത്, ഞാൻ ഈ ഖുതുബയുടെ മുഖദ്ദിമയിൽ ഓതിയ ആയത്ത് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. ഗ്രന്ഥം നൽകപ്പെട്ട ആളുകളുടെ സവിശേഷമായ ചില ഗുണങ്ങളെ കുറിച്ചാണ് അള്ളാഹു അതിൽ പറയുന്നത്. ആ ഗുണങ്ങൾ ഖുർആനിന്റെ വാഹകർ എന്ന നിലക്ക്, ഖുർആൻ കയ്യിലുള്ളവരുടെ നിലക്ക്, അതിന്റെ ആധികാരികമായ വാക്താക്കൾ എന്ന നിലക്ക് നമുക്കത് ബാധകമാകുന്നുണ്ടോ എന്ന് നമ്മൾ നമ്മളെ കുറിച്ച് വിലയിരുത്താൻ കൂടിയാണ് ഈ ആയത്ത് സഹോദരങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അല്ലദീന ആതൈനാഹുൽ കിതാബ്, ഗ്രന്ഥം നൽകപ്പെട്ട ആളുകൾ, ഗ്രന്ഥം നൽകപ്പെട്ടവർ, യത്ലൂനഹു ഹഖ്ക തിലാവതിഹി, അതിനെ യഥാവിധി പാരായണം ചെയ്യുന്ന വിധം, അതിനെ യഥാവിധി പിന്തുടരേണ്ട വിധം പിന്തുടരുന്നവർ, ഉലൈക യുമിനൂന ബിഹി, അവരാണ് യഥാർത്ഥത്തിൽ ഈ ഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്നവർ. ഖുർആനെ തിലാവത്ത് ചെയ്യേണ്ട വിധം തിലാവത്ത് ചെയ്യുന്നവർ, അവരാണ് ഈ ഖുർആനിൽ വിശ്വസിക്കുന്നവർ. വമൻ യക്ഫുർ ബിഹി, ആർ അതിനെ പഠിക്കാതെ, ആരതിനെ പകർത്താതെ, ആർ അതിനെ പിന്തുടരാതെ, ആർ അതുവഴി കർമ്മജീവിതം ശരിപ്പെടുത്താതെ, അതിന്റെ ഹുക്കുമുകൾക്കനുസരിച്ച് ജീവിതത്തെ മാറ്റിപ്പണിയാതെ, ആ വിശുദ്ധ ഗ്രന്ഥത്തോട് പുറംതിരിഞ്ഞു നിൽക്കുന്നവർ, വമൻ യക്ഫുർ ബിഹി എന്നതാണ് പ്രയോഗം, അതിനെ നിഷേധിക്കുന്നവർ, ഉലൈക ഹുമുൽ ഖാസിറൂൻ, അവരാണ് അമ്പേ പരാജയപ്പെട്ടവർ. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആൻ എങ്ങനെയാണ് നമുക്ക് പ്രയോജനപ്പെടേണ്ടത്, എന്തായി തീരണം നമ്മുടെ ജീവിതത്തിൽ ഖുർആൻ എന്ന് ഒരൊറ്റ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഏതോ വേറൊരു വിഭാഗമല്ല, എന്നെയും നിങ്ങളെയും സംബന്ധിച്ചിടത്തോളം നമുക്ക് ജീവിതത്തിൽ വഴികാട്ടിയും വഴിവെളിച്ചവുമായി തീരുന്നുണ്ടോ വിശുദ്ധ ഖുർആൻ? അങ്ങനെ ആയി തീരണമെന്നാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ഒരു ലളിതമായ ഉപമയിലൂടെ പറഞ്ഞാൽ, നമുക്ക് മനസ്സിലാകുന്ന ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞാൽ, ഒരന്ധന്റെ കയ്യിലെ വടി പോലെയാകണം എന്നതാണ്. ഒരന്ധന്റെ കയ്യിലെ വടി പോലെയാകണം നമുക്ക് വിശുദ്ധ ഖുർആൻ. അന്ധന്റെ കയ്യിലുള്ള വടി എന്ന് പറയുന്നത് അർത്ഥശൂന്യമായ ഒരു സംഗതിയല്ല. അന്ധന്റെ വടി എന്നത് കേവലം ഒരു അലങ്കാരവുമല്ല. ആ വടിയുടെ ഭംഗി അന്ധന് പ്രശ്നമല്ല. ഒരന്ധനെ സംബന്ധിച്ചിടത്തോളം അവന് വഴി മനസ്സിലാക്കുവാൻ കുണ്ടിലും കുഴിയിലും ചേറിലും ചെടിയിലും വീണുപോകാതിരിക്കാൻ, അഥവാ ആപത്തിൽ അകപ്പെടാതിരിക്കാനുള്ള അന്ധന്റെ കണ്ണാണ് അന്ധന്റെ കയ്യിലുള്ള വടി എന്ന് പറയുന്നത്. കണ്ണില്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ കണ്ണിന് കാഴ്ചയില്ലാത്തത് കൊണ്ട് പരസഹായമില്ലാതെ മുന്നോട്ട് പോകുമ്പോൾ
ഈ വടി ആപത്തിൽ അകപ്പെടാതിരിക്കാൻ ആ അന്ധനെ സഹായിക്കും. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് അവർക്ക് കണ്ണും കാഴ്ചയും ആകേണ്ടതാണ്. കണ്ണും കാഴ്ചയും ആകേണ്ടതാണ് നമുക്ക് വിശുദ്ധ ഖുർആൻ. അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാൻ, മലാലത്തിൽ പോയി വീഴാതിരിക്കാൻ, കുഫറിലും ഫജറിലും അഥവാ നിഷേധത്തിലും തമ്മാടിത്തത്തിലും പതിക്കാതെ ഹിദായത്തിന്റെ വഴിയിൽ തന്നെ നിലനിന്നു പോകാൻ, അതുവഴി അള്ളാഹുവിന്റെ സ്വർഗപാതയിൽ തന്നെ സഞ്ചരിക്കാൻ സത്യവിശ്വാസികളെ സഹായിക്കുന്ന വഴിയാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് ഈ ഖുർആൻ പ്രയോജനപ്പെടുന്നുണ്ടോ? ആ അർത്ഥത്തിൽ ഖുർആൻ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ എന്നാണ് ഞാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരും നിങ്ങളോട് ചോദിക്കേണ്ടത്. ദൗർഭാഗ്യവശാൽ മുസ്ലിം സമുദായത്തിന്റെ പൊതുജീവിതത്തെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ അവർക്ക് കേവലം ഒരു അലങ്കാരത്തിന് വേണ്ടി കൊണ്ടു നടക്കുന്ന വാക്കിംഗ് സ്റ്റിക്കിന്റെ സ്ഥാനത്താണുള്ളത്. വിശുദ്ധ ഖുർആൻ ഒരു അലങ്കാരത്തിന് വേണ്ടി കൊണ്ടു നടക്കുന്ന വാക്കിംഗ് സ്റ്റിക്കിന്റെ സ്ഥാനത്താണുള്ളത്. കേവലം അലങ്കാരമായി കൊണ്ടു നടക്കുന്ന ഒരു വാക്കിംഗ് സ്റ്റിക്ക്. ചിലപ്പോൾ അതിന് നല്ല സ്വർണം കൊണ്ടുള്ള പിടിപണിതേക്കാം, മറ്റു ചിലപ്പോൾ അത് വെള്ളി കൊണ്ട് അലങ്കരിച്ചേക്കാം. ആ വാക്കിംഗ് സ്റ്റിക്ക് ചിലപ്പോൾ നല്ല മേത്തരം മരം കൊണ്ട്, നല്ല കരകൗശല വിദ്യ കൊണ്ട് ആ വടിയെ വേണമെങ്കിൽ അലങ്കൃതമായിരിക്കും. എന്നാൽ ആ വടി ഒരിക്കലും കുത്തി നടക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതല്ല. അത് കേവലം പ്രൗഢി പ്രകടിപ്പിക്കാനും അലങ്കാരത്തിന് കൊണ്ടു നടക്കാനും മാത്രമുള്ളതാണ് വാക്കിംഗ് സ്റ്റിക്ക് എന്ന് പറയുന്നത്. ഇന്ന് നല്ല ഒരു ശതമാനം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആൻ അവർക്ക് കേവലം വാക്കിംഗ് സ്റ്റിക്ക് പോലെയാണ്. അഥവാ ആ ഖുർആൻ ഒരിക്കലും അവരെ വഴി നടത്തുന്നില്ല. ജീവിതത്തിൽ വഴി നടത്താൻ അത് അവർക്ക് പ്രയോജനപ്പെടുന്നില്ല. തങ്ങളെ വഴി നടത്തുന്ന വഴിയായി അവർ ഈ ഗ്രന്ഥത്തെ കാണുന്നുമില്ല. കേവലം അലങ്കാരത്തിന് വേണ്ടി കൊണ്ടു നടക്കുന്ന ഒരു വാക്കിംഗ് സ്റ്റിക്കിന്റെ സ്ഥാനത്താണ് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ ഉള്ളത്. വീട് താമസിക്കാൻ ഒരുങ്ങുമ്പോൾ കുടിയിരിക്കലിന് ഖുർആനുമായി കയറുന്നുണ്ടാകുന്നവർ ഷെൽഫുകളിൽ, ഷോക്കേസുകളിൽ പല കരകൗശല വസ്തുക്കളുടെയും ഒപ്പം നല്ല പരിഗണന നൽകിക്കൊണ്ട് പരിശുദ്ധ ഖുർആൻ അവർ വെച്ചിട്ടുണ്ടാകും. പള്ളികളിലും ധാരാളം പ്രതികൾ ഭംഗിയായി ഇരിക്കുന്നതിനടുത്ത് തന്നെ അടുക്കി വെച്ചിട്ടുണ്ടാകും. എന്നാൽ വിശുദ്ധ ഖുർആൻ ജീവിതത്തിൽ ഇതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് ഒരു പ്രയോജനവും സംഭവിക്കുന്നില്ല. ജീവിതത്തിൽ അത് ഈ സമുദായത്തിന് വഴികാട്ടാനൊട്ടും പ്രയോജനപ്പെടുന്നില്ല. അലങ്കാരമായി കൊണ്ടു നടക്കുന്ന ഒരു വാക്കിംഗ് സ്റ്റിക്കിന്റെ സ്ഥാനമേ സമുദായം ഖുർആന് നൽകിയിട്ടുള്ളൂ. പ്രിയമുള്ളവരെ, റബ്ബുൽ ആലമീനായ പടച്ച തമ്പുരാന്റെ ഈ വെളിച്ചം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വെളിച്ചം, അതിലേക്ക് അകക്കണ്ണ് തുറക്കാൻ ശ്രമിക്കാതെ, അത് പഠിക്കാനും അതിന്റെ ആശയം ഗ്രഹിക്കാനും ശ്രമിക്കാതെ, ജീവിതത്തിൽ അതിന് ഇടമനുവദിക്കാതെ നമ്മുടെ ഇസ്ലാമിക ജീവിതം പൂർണ്ണമാവുകയില്ല എന്ന് പറയാൻ ഞാനൊട്ടും ഭയപ്പെടുന്നില്ല. വിശുദ്ധ ഖുർആനിനെ പഠിക്കാൻ ശ്രമിക്കാതെ, അതിന് നേരെ അകക്കണ്ണ് തുറക്കാൻ ശ്രമിക്കാതെ, അതിന്റെ ആശയം മനസ്സിലാക്കാതെ, അതിന് ജീവിതത്തിൽ ഇടം അനുവദിക്കാതെ നമ്മുടെ ഇസ്ലാമിക ജീവിതം പൂർണ്ണമാവുകയില്ല എന്ന് പറയാൻ എനിക്കൊരു മടിയുമില്ല. അങ്ങനെ സംഭവിക്കാത്തിടത്ത്, വിശുദ്ധ ഖുർആൻ നമുക്ക് വഴി കാണിക്കാത്തിടത്ത്, അത് നമ്മുടെ ജീവിത ഇടപാടുകളിൽ ഇടപെടാൻ നമ്മൾ അനുവദിക്കാത്തിടത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം കുറെ ആരാധനകളുമായി ഓടിക്കൊണ്ടിരിക്കുന്ന, കുറെ അതരചലനങ്ങളും അംഗചലനങ്ങളും മാത്രമുള്ള ആരാധനകളുമായി ജീവിതം മുന്നോട്ട് പോകുന്ന ഒരു സമുദായം മാത്രമായി മാറാനേ ഈ ഉമ്മത്തിന് കഴിയൂ. ഈ ഉമ്മത്തിന് ഇതര മതസ്ഥർക്ക് മുമ്പിൽ, പൊതുസമൂഹത്തിന് മുന്നിൽ ഒരാകർഷകത്വമില്ലാത്ത ഒരു സമുദായമായി മാറുകയാണ് അതിന്റെ ഫലം എന്ന് പറയുന്നത്. ദീനുൽ ഇസ്ലാമിന്റെ ഒരു സുഗന്ധവും സ്വാദും ഇല്ലാത്ത ഒരു സമുദായമായി ഈ ഉമ്മത്ത് മാറും എന്നതാണ് അതിന്റെ അനന്തര ഫലം എന്ന് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. മനുഷ്യരുമായുള്ള ഇടപെടലുകളിൽ, മനുഷ്യരുമായുള്ള ഇടപാടുകളിൽ, മനുഷ്യരുമായുള്ള ഇടപഴകലുകളിൽ ഇസ്ലാമിന്റെ ഒരു നന്മയും ഇതര മതസ്ഥർക്ക് അനുഭവിക്കാൻ അവസരം ലഭിക്കുകയില്ല. എന്നല്ല, സ്വന്തം കുടുംബത്തിൽ പോലും, നമ്മുടെ ഇണകളിലും സന്താനങ്ങളിൽ പോലും ഒരു സ്വാധീനവും സൃഷ്ടിക്കാൻ നമ്മുടെ ജീവിതത്തിൽ സാധ്യമാവുകയില്ല. കാരണം വിശുദ്ധ ഖുർആന് ജീവിതത്തിൽ ഒരിടവും നമ്മൾ അനുവദിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ വളരെ ചെറിയ ഒരു മേഖലയിൽ മാത്രം ഖുർആനെ പ്രവേശിക്കാൻ നമ്മൾ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ, ബാക്കി ജീവിതം കടന്നു പോകുന്ന മഹാഭൂരിപക്ഷ മേഖലകളിലും പരിശുദ്ധ ഖുർആന് നേരെ നമ്മൾ നോ എൻട്രി ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ, കേവലം ഓത്തിന് മാത്രമായി അവതീർണമായതല്ലോ വിശുദ്ധ ഖുർആൻ. ഞാൻ സൂചിപ്പിച്ച ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വായിക്കേണ്ട വിധം, തിലാവത്ത് ചെയ്യേണ്ട വിധം, തിലാവത്ത് ചെയ്യാൻ ഖുർആനെ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നതാണ്. അല്ലദീന ആതൈനാഹുൽ കിതാബ യത്ലൂനഹു ഹഖ്ക തിലാവത്തിഹി. പരിശുദ്ധ ഖുർആനെ തിലാവത്ത് ചെയ്യേണ്ട വിധം തിലാവത്ത് ചെയ്യുന്നവർ. തലാ യത്ലു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കേവല വായന എന്നല്ല. കേവലമായ ഓത്തിന് തിലാവത്ത് എന്ന് പറയില്ല. തിലാവത്തിന്റെ ഒരർത്ഥം
ആശയം മനസ്സിലാക്കിയുള്ള വായന, ഗ്രഹിച്ചത് ഓർത്തെടുക്കാൻ കഴിയുന്ന വായന, അതാണ് ശരിയായ വായന എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ രാവിലെ പത്രം വായിച്ചതിനെ പറ്റി വൈകുന്നേരം കവലകളിൽ ചർച്ച ചെയ്യുന്നത്. എന്നാൽ രാവിലെ ഓതിയ പരിശുദ്ധ ഖുർആൻ വെച്ചുകൊണ്ട് ഒരാൾക്ക് തന്റെ മക്കളോട്, നമ്മുടെ ഇണയോട്, സമൂഹത്തോട് നന്മ കൽപ്പിക്കാൻ കഴിയാതെ പോകുന്നത് കേവലം ആ പാരായണം കൂത്ത് മാത്രമായി പോയത് കൊണ്ടാണ്. തല യത്ലു എന്ന് പറയുന്നതിന്റെ രണ്ടാമത്തെ അർത്ഥം പിന്തുടരുക എന്നാണ്. പിന്തുടരുക എന്നതാണ്. സൂറത്തു ശംസിൽ ഇതേ പദം സൂര്യനെ ചന്ദ്രൻ പിന്തുടരുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോ ഖുർആൻ പരാമർശിച്ചിട്ടുണ്ട്. വശംസി വദുഹാഹ വൽ ഖമരി ഇദാ തലാഹ. സൂര്യൻ അതിന്റെ പ്രകാശമാണ്, അതിനെ പിന്തുടരുന്ന ചന്ദ്രനാണ്. വൽ ഖമരി ഇദാ തലാഹ യത്ലൂനഹു എന്ന് പറഞ്ഞാൽ ആ പരിശുദ്ധ ഗ്രന്ഥത്തെ യഥാവിധം പിന്തുടരേണ്ട വിധം പിന്തുടരുന്നവർ. ഹഖ്ഖ തിലാവത്തിഹി എന്നാണ്. ഹഖ്ഖ തിലാവത്തി എന്നാണ് പിന്തുടരേണ്ട വിധം. ഉലൈക യുഅ്മിനൂന ബി, അവരാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനിൽ വിശ്വസിക്കുന്നവർ എന്ന് ഖുർആൻ തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഇതിനു ശേഷം ഖുർആൻ പറയുന്ന സംഗതി നമുക്കൊരൽപ്പം പ്രയാസമുണ്ടാക്കുന്നതാണ്. അള്ളാഹു പറയുന്നത് വമൻ യക്ഫുർ ബിഹി, ആർ അതിനെ നിഷേധിക്കുന്നുവോ എന്നാണ്. ആർ അതിനെ നിഷേധിക്കുന്നുവോ, എന്തിനു ശേഷമാണ് പറയുന്നത്? ഖുർആനിൽ വിശ്വസിക്കുന്നവരുടെ സ്വഭാവമായി, സവിശേഷതയായി അതിനെ തിലാവത്ത് ചെയ്യേണ്ട വിധം തിലാവത്ത് ചെയ്യുന്നവരാണ് എന്നതിന് ശേഷം അള്ളാഹു പറയുന്നത് വമൻ യക്ഫുർ ബിഹി, അതിനെ വായിക്കേണ്ട വിധം വായിക്കാതെ, അതിനെ പിന്തുടരേണ്ട വിധം പിന്തുടരാതെ, അതിന്റെ അധ്യാപനങ്ങളോട് നിഷേധാത്മകമായ സമീപനം സ്വീകരിച്ചവർ കഫറ എന്നാണ് പ്രയോഗം. കഫറ എന്ന പ്രയോഗവും പരാമർശവും നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിൽ വലിയ അസ്വസ്ഥതയുണ്ടാക്കുമെങ്കിൽ നമ്മൾ ഭയപ്പെടണം. പരിശുദ്ധ ഖുർആൻ കയ്യിലുണ്ടായിട്ട്, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിന്റെ പള്ളിപുള്ളി വ്യത്യാസമില്ലാതെ ആ ഗ്രന്ഥം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് അത് വായിക്കേണ്ട വിധം വായിക്കുകയോ അത് ജീവിതം കൊണ്ട് അതിനെ പിന്തുടരേണ്ട വിധം പിന്തുടരുകയോ ചെയ്യാൻ കഴിയാത്തവരെ കുറിച്ച പ്രപഞ്ചനാഥൻ പ്രയോഗിച്ച പദം വമൻ യക്ഫുർ ബിഹി, ആർ അതിനെ നിഷേധിക്കുന്നുവോ എന്നാണ്. ആയത്തിന്റെ അവസാനം വീണ്ടും നമുക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്ന വർത്തമാനമാണ്. ഫഉലൈക ഹുമുൽ ഖാസിറൂൻ, അവരാണ് അമ്പേ പരാജയപ്പെട്ടവരെന്ന്. അവരാണ് അമ്പേ പരാജയപ്പെട്ടവരെന്ന്. അഥവാ വിശുദ്ധ ഖുർആൻ നമ്മുടെ കയ്യിലുണ്ടെന്ന് സമാധാനിച്ചത് കൊണ്ടോ അതിന്റെ ഖതമ തീർത്ത കണക്ക് പിടിച്ച് ഇരുന്നത് കൊണ്ടോ അതിലെ ചില സൂറത്തുകളും ആയത്തുകളും ഒക്കെ കെട്ടിവെച്ചത് കൊണ്ടോ ആർക്കെങ്കിലും കാശ് കൊടുത്ത് അതിന്റെ കെട്ടഴിച്ചത് കൊണ്ടോ ഏതെങ്കിലും ആയത്തുകൾ 1001 തവണ തികച്ച് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ശ്രമിച്ചത് കൊണ്ടോ ഒരാൾ ഖുർആനിൽ വിശ്വസിക്കുമോ എന്നതിന് ഞാനും നിങ്ങളും ആവർത്തിച്ച് ആലോചിക്കേണ്ടതുണ്ട്. തമ്പുരാന്റെ വർത്തമാനങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ ആലോചിക്കണം. പ്രിയമുള്ളവരെ, നമ്മൾ അറിയണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വർത്തമാനം. അത് കേൾക്കാൻ, അതറിയാൻ, അതുവഴി ജീവിതത്തെ മാറ്റാൻ എനിക്കും നിങ്ങൾക്കും കഴിയാതെ പോകുന്നുവെങ്കിൽ ഞാൻ പറയുന്നു, പരിശുദ്ധ ഖുർആനിന്റെ അവതരണോദ്ദേശം, ഖുർആൻ എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത് എന്ന് നമ്മൾ ഇനിയും പഠിക്കേണ്ടതുണ്ട് എന്ന് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം. ഈ നേരത്തെ പറഞ്ഞ ആ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അവതീർണമായതല്ല ഖുർആൻ. പരിശുദ്ധ ഖുർആനിന്റെ അവതരണ ഉദ്ദേശം അതിന്റെ പ്രഥമ അഭിസംബോധിതരുടെ സംസ്കരണമായിരുന്നു നമ്മൾ മനസ്സിലാക്കണം. അവതരണത്തോടൊപ്പം ഒരു ജനതയുടെ സംസ്കരണവും സാധിച്ചു എന്നതാണ് ഖുർആനിന്റെ പ്രത്യേകത. അവതരണത്തോടൊപ്പം ഒരു ജനതയുടെ സംസ്കരണവും സാധിച്ച ഖുർആൻ. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഗ്രന്ഥം പഠിപ്പിച്ചു എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിരക്ഷരരായ ഒരു ജനതയിൽ നിന്നും അവരിലേക്ക് തെരഞ്ഞെടുത്ത പ്രവാചകൻ, അവരിലേക്ക് നിയോഗിച്ച പ്രവാചകൻ, ആ പ്രവാചകൻ എന്താണ് അവരിൽ നിർവഹിച്ചത്? യത്ലൂ അലൈഹിം ആയാതിഹി, യത്ലൂ അലൈഹിം ആയാതിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഗ്രന്ഥം പഠിപ്പിച്ചു എന്നാണ്. റസൂലുള്ളാഹി അവരെ കേവലം ഓത്ത് പഠിപ്പിക്കുകയായിരുന്നില്ല എന്ന് നമുക്കറിയാം. ഒരാളും അത് പറയാൻ ധൈര്യപ്പെടുകയില്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ അറബികളെ ഓത്ത് പഠിപ്പിച്ചു എന്ന് ആരെങ്കിലും പറയുമോ? അറബി ഭാഷയിൽ മുളച്ചു വളർന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജനതയെ അള്ളാഹുവിന്റെ റസൂൽ ഓതാൻ പഠിപ്പിച്ചു എന്ന് ബുദ്ധിയുള്ളവരാരെങ്കിലും പറയുമോ? പ്രിയമുള്ളവരെ, യുഅല്ലിമുഹുൽ കിതാബ്, അള്ളാഹുവിന്റെ റസൂൽ അവരെ അൽ കിതാബ് പഠിപ്പിച്ചു എന്നാണ്. അൽ കിതാബ് പഠിച്ചു. വൽ ഹിക്മ, കേവലം പഠിപ്പിക്കുക മാത്രമല്ല അത് പ്രയോഗവൽക്കരിക്കാനുള്ളതെല്ലാം പഠിപ്പിച്ചു എന്നാണ്. വൽ ഹിക്മ എന്ന് പറഞ്ഞാൽ അതിനെ പ്രയോഗവൽക്കരിക്കാനുള്ളതെല്ലാം പഠിപ്പിച്ചു. കാലോചിതമായ യുക്തിബോധത്തോടു കൂടി ഖുർആൻ എങ്ങനെയാണ് മനുഷ്യ ജീവിതത്തിൽ ഫിറ്റ് ചെയ്യേണ്ടത്, മനുഷ്യജീവിതം കടന്നു പോകുന്ന വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളിൽ വിശുദ്ധ ഖുർആൻ എങ്ങനെയാണ് മനുഷ്യ ജീവിതത്തിൽ അപ്ലൈ ചെയ്യേണ്ടത്, അഥവാ ഖുർആനിന്റെ ഹുക്കുമുകളെ വ്യക്തികളിലും സമൂഹത്തിലും രാഷ്ട്രത്തിലും എങ്ങനെ ഫിറ്റ് ചെയ്യാം, അതാണ് അവിടുന്ന് കാണിച്ചു തന്നത്. വയുസക്കീഹിം, അതനുസരിച്ചാണ് ഒരു സമൂഹത്തെ സംസ്കരിച്ച് മാറ്റിയെടുത്തത്.
അതാണ് പരിശുദ്ധ ഖുർആൻ സാധിച്ച വിപ്ലവം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, 23 കൊല്ലത്തെ അവതരണവും ഒപ്പം ആ സമൂഹത്തിന്റെ സംസ്കരണവും, അതുവഴി ലക്ഷണമൊത്ത സുഗന്ധവും അതുപോലെ തന്നെ സ്വാദുമുള്ള ഒരു മുസ്ലിം ഉമ്മയെ അള്ളാഹുവിന്റെ പ്രവാചകൻ ലോകത്തുണ്ടാക്കി. അതവരെ ലോകത്തിന്റെ ജേതാക്കളും നേതാക്കളുമാക്കി മാറ്റി. വ്യക്തിയുടെ സ്വകാര്യ തലം മുതൽ സമൂഹത്തിന്റെ ഉയർന്ന തലമായ രാഷ്ട്ര, നിയമ, ഭരണ, യുദ്ധ, സന്ധി ക്രമങ്ങൾ വരെ പരിശുദ്ധ ഖുർആനിലെ നിയമനിർദ്ദേശങ്ങൾ ഹബീബായ റസൂൽ നടപ്പിലാക്കി കാണിച്ചു തന്നു ഒരു ജനതയിൽ. അതിന്റെ സൽഫലങ്ങൾ ആ സമൂഹം അനുഭവിച്ചു. ആ സമൂഹം മാത്രമല്ല, ലോക ജനതയും അനുഭവിച്ചു. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, പരിശുദ്ധ ഖുർആൻ എന്ന വേദഗ്രന്ഥത്തെ കേവലം പുണ്യം കിട്ടാനും പൂജക്കുമായി മാറ്റിയപ്പോ, പരിശുദ്ധ ഖുർആനിനെ കേവലം പുണ്യത്തിനും പൂജക്കുമായി മാറ്റിയപ്പോ, കെട്ടിനുള്ളിലാക്കാനും പണം വാങ്ങി കെട്ടഴിക്കാനുമുള്ള ഗ്രന്ഥമാക്കിയപ്പോ ഈ സമുദായം അവഗണനയുടെ ആഴങ്ങളിലേക്ക് എടുത്തെറിയപ്പെട്ടു എന്നതാണ് പിൽക്കാല ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ പഠിക്കുന്നില്ല, പഠിക്കാൻ മെനക്കെടുന്നില്ല എന്നത് മാത്രമല്ല, പഠിക്കാൻ കഴിയാതെ പോയതിൽ, അത് ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാൻ സാധിക്കാതെ പോയതിൽ ഒരു ദുഃഖവുമില്ലാത്ത സമുദായമായി മുസ്ലിം ഉമ്മ മാറി എന്നതാണ്. പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ കഴിയാത്തത് കൊണ്ട് പ്രിയമുള്ളവരെ, എത്രമാത്രം ദൗർഭാഗ്യമാണ് നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. എത്ര ഭാഗ്യം കെട്ടവരായി പോയത് തിരിച്ചറിയാൻ പോലും സമുദായത്തിന് കഴിയാതെ പോയെന്നാണ്. ആരാണ് ഈ സമുദായത്തെ തെറ്റിദ്ധരിപ്പിച്ചത്? ആരാണ് മുസ്ലിം ഉമ്മത്തിനെ തെറ്റിദ്ധരിപ്പിച്ചത്? ഇന്ന ആയത്തുകൾ ഇത്ര തവണ ഊതിയാൽ മതിയെന്നും, ഇന്ന സൂറത്തുകൾ പകർത്തി എഴുതി ചുരുട്ടി കുപ്പിയിലാക്കി കെട്ടിയിട്ടാൽ മതിയെന്നും ആരാണ് ഈ സമുദായത്തെ പഠിപ്പിച്ചത്? ആരാണ് ഈ സമുദായത്തെ തെറ്റിദ്ധരിപ്പിച്ചത്? ഇത്രയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഖുർആനോടുള്ള ബാധ്യതകൾ അവസാനിക്കുമെന്ന്, ഇത്രയൊക്കെ ചെയ്താൽ അവരുടെ പ്രശ്നങ്ങൾക്ക് മുഴുവൻ പരിഹാരമാകുമെന്ന് ആരാണ് ഈ ഉമ്മത്തിനെ പറഞ്ഞും പറ്റിച്ചത് എന്ന് പ്രിയമുള്ളവരെ നമ്മൾ ആലോചിക്കേണ്ടതില്ലേ? ആരായാലും ആ പറ്റിച്ചവരുടെ പുറകെ പോകാൻ മാത്രം ഭാഗ്യം കെട്ടവരായി പോയോ മുസ്ലിം ഉമ്മ നമ്മൾ ആലോചിക്കണം. യാ അയ്യുഹന്നാസ് മാ വറക ബിറബ്ബിക്കൽ കരീം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ടല്ലോ, ആരാണ് മനുഷ്യ, നിന്റെ നാഥന്റെ കാര്യത്തിൽ ആരാണ് നിന്നെ വഞ്ചനയിൽ അകപ്പെടുത്തിയത്? തമ്പുരാൻ പഠിപ്പിച്ചതും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രയോഗവൽക്കരിച്ച് കാണിച്ചു തന്നതുമായ വിശുദ്ധ ഖുർആൻ അതിനെ വേണ്ട വിധം പ്രയോജനപ്പെടുത്തേണ്ടത് വെക്കാൻ, അതുവഴി ലഭ്യമാകേണ്ട അനുഗ്രഹ സൗഭാഗ്യങ്ങൾക്കുള്ള അർഹത നഷ്ടപ്പെടാൻ, അതുവഴി അള്ളാഹുവിന്റെ കാര്യത്തിൽ വഞ്ചനയിലകപ്പെടാൻ ആരാണ് കാരണക്കാരെന്ന് പ്രിയമുള്ളവരെ നമ്മൾ ആലോചിക്കേണ്ടതല്ലേ? ഇൽമും അമലും തമ്മിൽ ബന്ധമില്ലാതെ എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ ഖൗലും ഉമ്മത്തിന്റെ അമലും തമ്മിൽ പൊരുത്തമില്ലാതെ, പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളും ഉമ്മത്തിന്റെ ജീവിതവും തമ്മിൽ പൊരുത്തപ്പെടാതെ ഈ ഉമ്മത്ത് എങ്ങനെയാണ് പ്രിയമുള്ളവരെ വിശുദ്ധ ഖുർആനിന്റെ അഹ്ലുകാരാവുക? എങ്ങനെയാണ് സമുദായത്തിന് പരിശുദ്ധ ഖുർആനിന്റെ അസ്ഹാബുകളാകാൻ സാധിക്കുക എന്ന് നമ്മൾ ആലോചിക്കേണ്ടതല്ലേ? ഈ സമുദായത്തിന്റെ കാര്യത്തിൽ അങ്ങേയറ്റം ഗുണകാംക്ഷ പുലർത്തിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഈ ഉമ്മത്തിന്റെ കാര്യത്തിൽ അങ്ങേയറ്റം ഗുണകാംക്ഷ പുലർത്തിയ ഒരു ഹബീബായ പ്രവാചകനായിരുന്നു നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ഹജ്ജത്തുൽ വിദായിൽ ഈ ഉമ്മത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള വഴി വളരെ കൃത്യമായി ഹബീബായ റസൂൽ പഠിപ്പിച്ചില്ലേ? അറബ് ലോകം ദുൽഹജ്ജ് മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇനി ഏതാനും നാളുകളാണ് അവിടെ ജനനിബിഡനാകാനുള്ളത്. ഏകദേശം ഹാജിമാരൊക്കെ അവിടെ എത്തിക്കഴിഞ്ഞു. വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് എത്താനുള്ളത്. പ്രിയമുള്ളവരെ, ദുൽഹജ്ജ് 9 അറഫ മൈതാനിൽ ഒരുമിച്ച് കൂടിയ വിശ്വാസ സംഘത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് ഈ ഉമ്മത്തിന്റെ ഇസ്സത്തിന്റെ വഴി എന്താണ്, ഈ ഉമ്മത്തിന് വിജയിക്കാനും പുരോഗതി നേടാനുമുള്ള മാർഗം ഏതാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് അവിടുത്തെ ഖുതുബത്തുൽ വിദാ അവസാനത്തെ തന്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ ഈ ഉമ്മത്തിനുള്ള വസിയത്തായി പറഞ്ഞതിനെ ഈ ഉമ്മത്ത് എങ്ങനെയാണ് സ്വീകരിച്ചത്? ഇവിടെ വെച്ച് ഇനി നിങ്ങളെ ഇതുപോലെ അഭിമുഖീകരിക്കാൻ എനിക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ തന്റെ ഉമ്മത്തിനു വേണ്ടി വിട്ടേച്ചു പോയ 2 കരുത്തുറ്റ ഈടുവെപ്പുകൾ, നല്ല കരുത്തുറ്റ 2 ശക്തമായ ആയുധങ്ങൾ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം തറക്തു ഫീക്കും അംറൈൻ ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ, ഞാൻ ഈ ലോകത്ത് വിട പറഞ്ഞാലും ഈ ഉമ്മത്ത് വഴികേടിലായി പോകാതിരിക്കാൻ, ഈ ഉമ്മത്ത് ദലാലത്തിൽ അകപ്പെടാതിരിക്കാൻ, ഈ ഉമ്മത്തിന് പുരോഗതി പ്രാപിക്കാൻ, ഈ ഉമ്മത്തിന് ലോകത്തിന് നേതൃത്വം നൽകാൻ, ഈ ഉമ്മത്തിനെ പ്രാപ്തമാക്കുന്ന കരുത്തുറ്റ 2 ഈടുവെപ്പുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കി വെച്ചുകൊണ്ടാണ് പോകുന്നത്. തറക്തു ഫീക്കും അംറൈൻ, 2 സംഗതികൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വിട്ടേച്ചു പോകുന്നുണ്ട്. ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ, അത് 2ഉം മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾക്ക് ആരുടെയും പിന്നിൽ പഞ്ചപുച്ഛമടക്കി ചെന്നു നിൽക്കേണ്ട ഗതികേട് സംഭവിക്കുമില്ല. നിങ്ങൾ ഒരിക്കലും പിന്നോക്ക സമുദായമായി മുദ്രകുത്തപ്പെടുകയില്ല. മറ്റുള്ളവരുടെ ഔദാര്യത്തിന് വേണ്ടി പിറകെ പോകേണ്ട ഗതികേട് ഈ ഉമ്മത്ത് മുസ്ലിംകൾക്ക് സംഭവിക്കുകയില്ല. ഇസ്സത്തുള്ള, ഔന്നത്യമുള്ള, ആഭിജാത്യമുള്ള സമൂഹത്തിന് നേതൃത്വം നൽകാൻ
കഴിയുന്ന ഉത്തമ സമുദായമായി നിങ്ങൾക്ക് ലോകത്ത് ഉയർന്നു നിൽക്കാൻ കഴിയും. ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ, അത് രണ്ടും നിങ്ങൾ മുറുകെ പിടിക്കുന്ന കാലത്തോളം. കിതാബുല്ലാഹി വസുന്നതി, അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ് അതിലൊന്ന്, അതിന്റെ പ്രയോഗവൽക്കരണമായ പ്രവാചകന്റെ സുന്നത്താണ് രണ്ടാമത്തേത്. പ്രിയമുള്ളവരെ, ഇത് രണ്ടുമാണ് ഈ ഉമ്മത്തിന്റെ ആദ്യകാലത്തെ ഈ ഉമ്മത്തിനെ വിജയിപ്പിച്ചത്. ലോകത്തിന് മുന്നിൽ നടക്കാൻ ഈ ഉമ്മത്തിനെ പ്രാപ്തമാക്കിയത് രണ്ടുമായിരുന്നു. അതിനെ കൈവിട്ടുകൊണ്ട് ഈ ഉമ്മത്തിന് ഒരു ഇജ്ജത്തും സാധിക്കുകയില്ല. ദുനിയാവിൽ വ്യക്തി ജീവിതത്തിൽ സമാധാനവും കുടുംബജീവിതത്തിൽ ശാന്തിയും സമൂഹത്തിൽ ക്ഷേമവും നേടിയെടുക്കാൻ ഈ ഉമ്മത്തിനെ പ്രാപ്തമാക്കുന്ന ഈ രണ്ട് കരുത്തുറ്റ നമ്മുടെ ആയുധങ്ങളെ തീർച്ചയായും ജീവിതത്തിലേക്ക്, വ്യക്തി, കുടുംബ, സമൂഹ, രാഷ്ട്രാന്തരീയ ജീവിതത്തിൽ ഇത് ഫിറ്റ് ചെയ്യുന്നിടത്താണ് ഈ ഉമ്മത്തിന്റെ ഭാവി എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. വ്യക്തികൾ എന്ന നിലക്ക് ഞാനും നിങ്ങളും ഇതിനോടുള്ള ബാധ്യതകൾ നിർവഹിക്കാൻ മുന്നോട്ട് വരിക എന്നതാണ്. കുടുംബവും സമൂഹവും ലോകവും നന്നായി തീരാൻ പ്രവാചകൻ നമുക്ക് കാണിച്ചുന്ന മാർഗം. റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലുള്ള ബാധ്യതകൾ നിർവഹിച്ചുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കാൻ, അതുവഴി ഇസ്സത്തുള്ള ഒരു ജനതയായി നിലനിൽക്കാൻ പടച്ച റബ്ബ് ഈ ഉമ്മത്തിൽ നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും നേടിയെടുക്കുവാൻ പരിശുദ്ധ ഖുർആനോടുള്ള സമീപനം വഴി നമ്മെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും.